ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഖത്തർ സന്ദർശനം പുരോഗമിക്കുന്നു. മലയാളോത്സവത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കും. വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഐക്യത്തിനായുള്ള കൂട്ടയോട്ടം രാജ്യത്തുടനീളം നാളെ സംഘടിപ്പിക്കും. സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർണയ ലബോറട്ടറി ശൃംഖലയ്ക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ആദ്യ എന്യൂമറേഷൻ ഫോം ബൂത്ത് ലെവൽ ഓഫീസർ ഗവർണർക്ക് കൈമാറി. പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. SIR പ്രക്രിയ വേഗത്തിലും കുറ്റമറ്റ രീതിയിലും പൂർത്തീകരിക്കുന്നതിന് എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. ലോക കേരള സഭയും മലയാളം മിഷനും ചേർന്ന് ഖത്തറിൽ സംഘടിപ്പിക്കുന്ന മലയാളോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് ഖത്തറിൽ എത്തിച്ചേർന്ന മുഖ്യമന്ത്രിയെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ, ലോക കേരള സഭ അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ജന്മവാർഷികമാണ് രാജ്യം രാഷ്ട്രീയ ഏകതാ ദിവസമായി ആഘോഷിക്കുന്നത്. ഗുജറാത്തിൽ നാളെ നടക്കുന്ന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഏകതാ പ്രതിമയിൽ അദ്ദേഹം നാളെ പുഷ്പാർച്ചന നടത്തും. ഏകതാ ദിവസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന പ്രധാനമന്ത്രി ഏകതാ പരേഡിനും സാക്ഷ്യം വഹിക്കും. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പരേഡിൽ അർദ്ധ സൈനിക വിഭാഗങ്ങളും പോലീസ് സേനയും അണിനിരക്കും. സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ എല്ലാ ജില്ലകളിലും നാളെ മുതൽ നവംബർ 25 വരെ യൂണിറ്റി മാർച്ച് പദയാത്രകൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 7:30 കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപത്തുനിന്ന് ആരംഭിക്കുന്ന പദയാത്ര സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപിക്കുന്നത്. കേരള പോലീസും നാളെ സംസ്ഥാനത്തുടനീളം ഐക്യത്തിനായുള്ള കൂട്ടയോട്ടം സംഘടിപ്പിക്കും. വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ ക്ഷേമത്തിന് കേന്ദ്രം വളരെയധികം പ്രാധാന്യം നൽകുന്നതായും മന്ത്രി പറഞ്ഞു. Central government and state government, we are one. In the case of development, we should be one. That is what Narendra Modi ji teaches. When you think about development, there should not be any politics. And as students and the leaders of modern India, I request to be that because development is very essential now. കൊച്ചി വെളിയനാട് ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ നടക്കുന്ന യൂണിറ്റി മാർച്ചിൽ ശ്രീ ജോർജ് കുര്യൻ നാളെ പങ്കെടുക്കും. 5ാമത് ദേശീയ മറൈൻ ഫിഷറീസ് സെൻസസ് ഭവനതല വിവരശേഖരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും കൊച്ചി CMFRIയിൽ അദ്ദേഹം നാളെ നിർവഹിക്കും. 15ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനം നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് നിയമസഭ പ്രത്യേക സമ്മേളനം ചേരുന്നത്. കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമാകുന്നതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളായ കമൽ ഹസൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ മുഖ്യ അതിഥികളാകും. 59,277 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് കേരളം ഈ ലക്ഷ്യം കൈവരിച്ചത്. സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർണയ ലബോറട്ടറി ശൃംഖലയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സമഗ്ര ലബോറട്ടറി പരിശോധനകൾ താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത്. സൗജന്യമായോ മിതമായ നിരക്കിലോ വീടിന് തൊട്ടടുത്ത് പരിശോധന നടത്താൻ ഇതിലൂടെ സൗകര്യം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്കുള്ള ഫീസ് നവംബർ 12 മുതൽ 19 വരെ അടയ്ക്കാം. പിഴയോടുകൂടി നവംബർ 21 മുതൽ 26 വരെയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഫീസ് സ്വീകരിക്കുന്നതാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കളക്ടറേറ്റിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. SIR സംബന്ധിച്ച പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക, ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നിവയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ദേശം. കളക്ടറേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ഇടുക്കി അടിമാലിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയ കുടുംബങ്ങൾ പട്ടിണി സമരം നടത്തി. പുനരധിവാസ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം. തുടർന്ന് ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. നാളെ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. മൂന്നാറിലെ തേയിലത്തോട്ടം തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച കൊളുന്തെടുക്കൽ മത്സരം ശ്രദ്ധേയമായി. വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ വിഷൻ 2031 ഭാഗമായിട്ടാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കായി കൊളുന്തെടുക്കൽ മത്സരം നടത്തിയത്. മാട്ടുപ്പെട്ടി ഫോട്ടോ പോയിന്റിൽ നടത്തിയ മത്സരം പങ്കെടുത്തവർക്കും കാണികൾക്കും വേറിട്ട അനുഭവം പകർന്നു നൽകി. KDHP കമ്പനിക്ക് കീഴിലുള്ള വിവിധ എസ്റ്റേറ്റുകളും ടാറ്റ ടീ എസ്റ്റേറ്റുകളായ പള്ളിവാസൽ, പെരിയകനാൽ, HML എസ്റ്റേറ്റുകളായ ലാക്കാട്, പന്നിയാർ, സൂര്യനെല്ലി, തലയാർ തുടങ്ങി 13 എസ്റ്റേറ്റുകളിൽ നിന്നുമായി 26 തൊഴിലാളികൾ മത്സരത്തിൽ പങ്കെടുത്തു. എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാശിയേറിയ കൊളുന്തെടുക്കൽ മത്സരം വിനോദസഞ്ചാരികൾക്കും കൗതുക കാഴ്ചയായി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് ഘോഷയാത്ര പുരോഗമിക്കുന്നു. വൈകുന്നേരം 5 മണിയോടെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിൽ റൺവേ അടച്ചിട്ടിരിക്കുകയാണ്. രാത്രി 9 വരെ വിമാന സർവീസുകൾക്ക് നിയന്ത്രണമുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിൽ സംയോജിത ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. ക്ലാസുകൾ, കലാപരിപാടികൾ, സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസീസ് 48.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 331 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ മത്സര വിജയികൾ നവംബർ 2 നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മെൽബണിലാണ് മത്സരം. ആദ്യ മത്സരം ഇന്നലെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനത്തിനുള്ള മുൻകൂർ രജിസ്ട്രേഷൻ ആരംഭിച്ചു. നവംബർ 1 മുതലാണ് പ്രവേശനം. നിലവിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജ വാർത്ത നൽകിയ സ്വകാര്യ ചാനലിനെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ചാനൽ ഉടമ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കേസ്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്തതിനാണ് കേസ്. PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിൽ വ്യക്തതയില്ല എന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. കൽപ്പറ്റയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു MP. ഇടുക്കിയിലെ ചീനിക്കുഴിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വധശിക്ഷ. ആലിയക്കുന്നിൽ ഹമീദിനെയാണ് തൊടുപുഴ മുട്ടം സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. കലയും സാഹിത്യവും രൂപപ്പെടുത്തുന്നതിൽ ക്ഷേത്രകലകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് മന്ത്രി VN വാസവൻ. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ 2023-24 വർഷത്തെ അവാർഡ് വിതരണം കണ്ണൂർ മാടായിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് ക്ഷേത്ര കലാശ്രീ പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. ലോകത്തെ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളെ നേരിടാൻ കേരളത്തിനാകണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തൊഴിൽ വകുപ്പിന്റെ വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഖത്തർ സന്ദർശനം പുരോഗമിക്കുന്നു. മലയാളോത്സവത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കും. വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഐക്യത്തിനായുള്ള കൂട്ടയോട്ടം രാജ്യത്തുടനീളം നാളെ സംഘടിപ്പിക്കും. സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർണയ ലബോറട്ടറി ശൃംഖലയ്ക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.